കണ്ണടച്ചിരുട്ടാക്കി മുന്നോട്ട് പോകാൻ ഷാഫിയെയും അതേപോലെ തന്നെ പാറക്കലിനെയും സമ്മതിക്കില്ല എന്ന് കണ്ടോളണം. ഇവർ പുറത്തിറങ്ങുന്നെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവർ പുറത്തിറങ്ങില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അധികാരി വർഗത്തിന്റെ മർദ്ദനോപകരണങ്ങളെ മല്ലിട്ടുകൊണ്ട് ഒഴുക്കിനെതിരെ നീന്തിയാണ് ഈ പ്രസ്ഥാനം ഇന്നിങ്ങനെ എത്തിയിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊക്കെ പൂർവീകരുണ്ടല്ലോ, പലരും മൺമറഞ്ഞു പോയത്. അവര് ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. ഈ പാർട്ടി അവര് നടന്നിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഇതിനകത്തിട്ടിട്ട് ശരിയാക്കി കളയാന്ന് കരുതി നിങ്ങൾ ആണോ? യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഉറവിടം കണ്ടുപിടിക്കാതെ പോലീസ് കേസ് മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞ ഒരു പോലീസ്, നിങ്ങളെ പോലീസ് ഈ പോലീസ് തന്നെയല്ലേ? കൃമികീടം തൊലിക്കും. ഞങ്ങള് തീരുമാനിച്ചാൽ ഇറങ്ങി നടക്കില്ല. ആരാടോ ഞങ്ങള്? ഏത് ഞങ്ങള്? അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ജനമടിച്ച് മൂലക്കിരുത്തിയിട്ട് കോട്ടക്കൊത്തളങ്ങളൊക്കെ എന്ന് അവകാശപ്പെട്ട കോട്ടകളൊക്കെ തകർത്ത് തരിപ്പണമായിട്ടും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ല. ഷാഫിയും പാറക്കൽ അബ്ദുള്ളയും പുറത്തിറങ്ങി നടക്കൂലെന്ന് ഇവന്റെ തന്ത വിചാരിച്ച നടക്കുക. എന്നിട്ടല്ലേ ഇവനെ ഉണ്ടാക്കിയ ഇവന്റെ തന്ത വിചാരിച്ച നടക്കുവോ? ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നല്ല വേദന ഉണ്ടാവും സഖാവിന്. എന്താ വേദനിക്കാനുള്ള കാരണം? കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ട് അധികാരമേറ്റിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വേറെ ഉണ്ട് കേട്ടോ. അത് പിന്നെ തോറ്റ് തുന്നം പറയാം, അത് വിടാന്ന് വിചാരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 12-ൽ 11 ഊമ്പി സഖാവ് ഇരുന്നിട്ട് 12-ൽ 11 പോയി. അപ്പം നല്ല മൂലം കടച്ചിലുണ്ടാവും. കാരണം എന്താ? കോട്ടയായ നിങ്ങളൊന്ന് ആലോചിക്കണം. വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, ബാലുശ്ശേരി, തിരുവമ്പാടി, കൊയിലാണ്ടി, കോഴിക്കോട് നോർത്ത്, സൗത്ത്, കൊടുവള്ളി, കുന്നമംഗലം. വേദനിക്കാതിരിക്കുവോ? കുരു പൊട്ടാതിരിക്കുവോ? മൂലം കടയാതിരിക്കുവോ? എത്രമാത്രം പണിയെടുത്തതാ? എല്ലാം തകർന്നു പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയി. എന്താ പ്രശ്നം? ഈ ഷാഫി പറമ്പിൽ വടകരയിൽ വന്നതിൻ്റെ ഒരു വലിയ ഒരു കാന്തിക വലയമുണ്ട്. അപ്പം ഈ ഷാഫിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഷാഫി വന്നിറങ്ങിയ നിമിഷത്തിൽ ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന കാഫിർ സ്ക്രീൻഷോട്ട്. അന്വേഷണം പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയപ്പോൾ, റിബേഷ് രാമകൃഷ്ണനിലെത്തിയപ്പോൾ റിബേഷിനോട് ചോദിച്ചു, മോനെ എവിടുന്നാ കിട്ടിയത്? ഇന്ന ആളിൽ നിന്ന് കിട്ടി, ഇന്ന ഗ്രൂപ്പിൽ നിന്ന് കിട്ടി. ആ ഗ്രൂപ്പിൽ ആരായത് ഇട്ടത്? അത് ജിതിൻ ഭാസ്കരൻ എന്ന് പറയുന്ന ക്രിമിനൽ. ആഹാ, എന്നാ പിന്നെ കേസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് കേസന്വേഷണം സഖാക്കളിലേക്ക്, ഇവരുടെ തലതൊട്ടപ്പന്മാരിലേക്കാണ് എത്താൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ അവിടെ അവസാനിപ്പിച്ചു വിജയൻ. പുതിയ സർക്കാർ വരുന്നു, കേസ് റീഓപ്പൺ ചെയ്യുന്നു, വിത്തിൻ ഡേയ്സ് ആളെ പൊക്കുന്നു. ഇപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും റീസെൻ്റായി വന്ന റിപ്പോർട്ട് പ്രകാരം ഉണ്ടാക്കിയതും ജിതിൻ ഭാസ്കരനും സംഘവും തന്നെയാണ് എന്നാണ്. ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ പ്രചരിപ്പിച്ചിട്ട് ആ ഫോൺ അങ്ങ് റീസെറ്റ് ചെയ്തു. അപ്പോൾ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയാണ് SIT ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സഖാവിൻ്റെ മൂലം കടച്ചിൽ? കാരണം വർഗീയത നിറഞ്ഞാടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2024 വടകരയിലെ ലോക്സഭാ ഇലക്ഷൻ. ഷാഫി പറമ്പിലിനെ വീഴ്ത്താൻ വേണ്ടി ആവുന്ന കളിയൊക്കെ കളിച്ച് നാറിയ നെറികെട്ട കളികൾ കളിച്ചതാ സഖാക്കള്. എന്നിട്ടോ 1,15,575 വോട്ടിനാ പൊട്ടിയത് ശൈലജ എന്ന ഫ്രോഡ്. അശ്ലീലം റഹീമും ശൈലജയും ചേർന്നുണ്ടാക്കിയതാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട്. തിരക്കഥയും സ്ക്രിപ്റ്റും എല്ലാം ഈ പറയുന്ന അശ്ലീലം റഹീമിൻ്റെതും ശൈലജയുടെയുമാ. അവിടെയും അവസാനിച്ചില്ല. 1,15,575 വോട്ടിന് വടകരയിൽ ശൈലജ പൊട്ടി എന്ന് മാത്രമല്ല, 2002 വർഷങ്ങൾക്കിപ്പുറം
2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, ഈ വടകര നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളും നഷ്ടമായി. അതിൽ ഇവരുടെ LDF കൺവീനർ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആള് പേരാമ്പ്രയിൽ 8 നിലയിൽ പൊട്ടി. മനസ്സിലായില്ലേ? അങ്ങനെ തോൽവിയുടെ ഒരു വലിയ ആഘാതം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഈ മെഹബൂബിന്. എന്താ കാര്യം? ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റിട്ട് കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ. ഈ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. രണ്ടിലും ഭൂലോക പരാജയം, വലിയ തിരിച്ചടി നേരിട്ടു. 20-25 വർഷങ്ങളോളമായിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അടക്കി ഭരിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അത്രയും 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായി. ഇനി അത് മാത്രമാണോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴോ 12 മണ്ഡലങ്ങളാണ് എവിടെയുള്ളത്? കോഴിക്കോട് ജില്ലയിൽ. ആ 12-ൽ 11 പോയി. മനസ്സിലായില്ലേ? സ്വാഭാവികമായിട്ടും പിന്നിലെ കളി അല്ലെങ്കിൽ പിന്നിലെ ശക്തി, കാന്തിക വലയം അത് ഷാഫി പറമ്പിലാണ്. അത് ഷാഫി പറമ്പിലാണെന്ന് മാത്രമല്ല, ഷാഫിക്കൊപ്പം കട്ടക്ക് നിന്ന് കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് ഷാഫിക്ക് കരുത്തേകിയ വ്യക്തിയാണ് പാറക്കൽ അബ്ദുള്ള. ഈ 2 വ്യക്തികളെയും ഞങ്ങൾ പുറത്തിറങ്ങാൻ സമ്മതിക്കൂല. ഇവനൊക്കെ ആരടോ? ഇവനൊക്കെ ആരാ പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കാൻ? ഷാഫിക്ക് പുറത്തിറങ്ങാൻ, പാറക്കലിന് പുറത്തിറങ്ങാൻ ഇവൻ്റെയൊക്കെ സമ്മതം വേണോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. മനസ്സിലായില്ലേ? പറഞ്ഞ വാക്കുകൾ ഇനി വീണ്ടും ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കൃത്യമായിട്ട് എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല. കാരണം ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ സോഴ്സിലേക്ക് അന്വേഷണ സംഘം എത്തി. ഇതിലെ പ്രതികൾ കൃമികീടങ്ങളാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ കൃമികീടങ്ങളിലേക്ക് ഇപ്പോൾ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന കൃമികീടത്തിലേക്ക് എത്തിയപ്പോഴാണല്ലോ കേസ് കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് പിണറായി വിജയൻ്റെ കാലത്തിൽ കണ്ടെത്തിയ അതേ കാര്യം, അതിൻ്റെ ഒരു തുടർ ചലനമുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന DYFI ക്രിമിനൽ അകത്താകുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയാണ്. ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. ഈ പറയുന്ന വടകരയിലും കുറ്റ്യാടിയിലും നാദാപുരത്തുമൊക്കെ കാലങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് CPM നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ആണ് കാഫിർ സ്ക്രീൻഷോട്ട്. അതിൻ്റെ മറ്റൊരു വകഭേദം നമ്മൾ പേരാമ്പ്രയിലും കണ്ടു ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ വളരെ കൃത്യമായിട്ട് കേരളത്തിൽ RSS നടത്തിയ വർഗീയ ധ്രുവീകരണത്തെക്കാൾ വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണം CPM കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഈറ്റില്ലങ്ങളാണ്. CPM-ന് മലബാർ മേഖലയിൽ CPM നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനവും അവരുടെ അജണ്ടകളും ഇങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നടത്തുന്നത് രണ്ടിനും തമ്മിൽ വലിയ അന്തരങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഈ പറയുന്ന നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര, പാനൂര്, തലശ്ശേരി, കൂത്തുപറമ്പ് ഈ മേഖലകളിലൊക്കെ CPM കാലാകാലങ്ങളിലായിട്ട് വർഗീയ കോമരങ്ങളാണ്. വർഗീയത ഉറഞ്ഞു തുള്ളുന്ന CPM-നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ. ഇപ്പം ഇത് പറയുമ്പോൾ ഇങ്ങ് തിരുവനന്തപുരത്തുള്ളവനും കൊല്ലത്തുള്ളവനും എറണാകുളത്തുള്ളവനോടൊക്കെ ഇത് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ അറിയുന്നവർക്ക് അത് വളരെ കൃത്യമായി അറിയുകയും ചെയ്യാമെന്നുള്ളതാണ്. എന്താണെങ്കിലും ഷാഫിയെയും പാറക്കലിനെയും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ഞങ്ങൾ വിചാരിച്ചാൽ പുറത്തിറങ്ങി നടക്കില്ല. എന്നാൽ പിന്നെ നിങ്ങളൊന്ന് അങ്ങോട്ട് വിചാരിക്കടോ, നമുക്ക് നോക്കാലോ. പുറത്തിറങ്ങുമോ, പുറത്തിറങ്ങാതിരിക്കുമോ, അകത്തിരിക്കുമോ, എന്താണ് എന്നൊക്കെ ഉള്ളത്. നിങ്ങളൊന്നങ്ങ് വിചാരിക്കുക. എന്താ വിചാരിച്ചാലെന്ന്? എന്താ ഈ വിചാരിക്കാത്തതിൻ്റെ കാരണം? അങ്ങ് തീരുമാനിക്കടോ സഖാക്കളെ. നിങ്ങളുടെ അണ്ടം കീറും. മനസ്സിലായില്ലേ? അണ്ടം കീറും. കാരണം
പിണറായി വിജയനല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശനാണെങ്കിൽ അണ്ടകടാഹം കൂറും സഖാക്കളുടേത്. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോൾ ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന വ്യക്തി മാറിയതിൻ്റെ ഫല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖാക്കൾ ഉണ്ടാക്കിയ വർഗീയ ധ്രുവീകരണം 2026 മാർച്ചിൽ കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് 2 വർഷങ്ങൾക്കുപുറം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച കേസ് 2026 മെയ് 18 അധികാരത്തിലെത്തി വിതിൻ ഡേയ്സ് ക്രിമിനൽ സഖാവിനെ പൊക്കി അകത്തിട്ടിട്ടുണ്ടെങ്കിൽ സഖാക്കളെ ഒരു കാര്യം മനസ്സിലായിക്കോ, വിജയൻ കസേരയിലില്ല. എന്നാ പിന്നെ നിങ്ങളെന്ന് അങ്ങോട്ട് തീരുമാനിക്ക്. ഷാഫി പുറത്തിറങ്ങണ്ട, പാറക്കല് പുറത്തിറങ്ങണ്ടെന്നൊന്നും അങ്ങോട്ട് തീരുമാനിക്കടോ. ആ തീരുമാനം എന്താകുമെന്നുള്ളത് നമുക്കൊന്ന് കാണാലോ. നിങ്ങൾക്ക് കഴിയുമെങ്കിലൊന്ന് ഈ പറഞ്ഞ നാവ് കൊണ്ട് പറഞ്ഞത് ഒന്ന് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ സഖാക്കൾക്ക്? കഴിയോ? അപ്പൊ കൃത്യമായിട്ട് വല്ലാത്തൊരു വെപ്രാളമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി, നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി, ഇതൊക്കെ കിട്ടിയിട്ടും പറയാം ഞങ്ങളെ തകർക്കാൻ കഴിയില്ല. ഇനി എന്തോന്ന് തകർക്കാനടോ? അസ്ഥിവാരം തോണ്ടിയ ഈ പാർട്ടിയെ ഇനി എന്ത് തകർക്കാൻ? തകർന്ന് തരിപ്പണമായിരിക്കുക. 12 മണ്ഡലത്തിൽ 11 നഷ്ടപ്പെട്ടിട്ട് പറയാ ഇനി ഞങ്ങളെ തകർക്കാൻ കഴിയില്ല. എന്തോന്നടോ? എന്തെങ്കിലും വേണ്ടേ ഇനി തകർക്കാൻ? ഒരു ഉളുപ്പ് വേണ്ടേ ഇതൊക്കെ പറയാന്? മരിച്ചുപോയ പിതാക്കന്മാര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, എന്നിട്ടാണ് നിങ്ങൾ എല്ലപ്പോഴും നടന്നിട്ടുണ്ടോ തകർത്ത് തരിപ്പണമാക്കി? നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഷാഫി ആരാണെന്ന്, ഷാഫി എന്താണെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ കൃത്യമായിട്ട് ഷാഫി ഉണ്ട്, വടകരയിലുണ്ട്, ഷാഫി കുറ്റ്യാടിയിലുണ്ട്, നാദാപുരത്തുണ്ട്, പേരാമ്പ്രയിലുണ്ട്, ഷാഫി എല്ലായിടത്തുമുണ്ട്. ഷാഫി ഇനിയും ഉണ്ടാകും.